ചരിത്രത്തിൽ ചില മനുഷ്യരുണ്ട്. അവർ വന്നു പോകുന്നത് കൊടുങ്കാറ്റ് പോലെയാണ്. ഒരടയാളവും ബാക്കി വെക്കാതെ അവർ അപ്രത്യക്ഷരാകും. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയായ FBI വരെ 45 വർഷത്തോളം വിരൽ തുമ്പിൽ നിർത്തി കളിപ്പിച്ച ഒരു മനുഷ്യൻ. തോക്കിൻ മുനയിലല്ല, മറിച്ച് ഒരു ചിരിയിലും മാന്യമായ പെരുമാറ്റത്തിലും വിമാനത്തെ കീഴടക്കിയ ഹൈജാക്കർ. അയാളുടെ പേര് DB കൂപ്പർ. നവംബറിലെ ആ തണുത്ത രാത്രിയിൽ 10,000 അടി ഉയരത്തിൽ പറക്കുന്ന വിമാനത്തിൽ നിന്ന് കയ്യിൽ ലക്ഷക്കണക്കിന് ഡോളറുമായി അയാൾ ചാടിമറിഞ്ഞത് എങ്ങോട്ടേക്കാണ്? ആ കാട്ടിലെ മഞ്ഞിൽ അയാൾ മരവിച്ചു പോയോ? അതോ പുതിയൊരു പേരിൽ അയാൾ ഇന്നും നമ്മുടെ ഇടയിൽ എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടോ? ദി അക്ബർ ടോക്സിലൂടെ ഇന്ന് നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ അൺസോൾവ്ഡ് മിസ്റ്ററിയിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയാണ്. ഇത് കേവലം ഒരു ഹൈജാക്കിംഗ് കഥയല്ല, മനുഷ്യബുദ്ധിയും പ്രകൃതിയും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടത്തിന്റെ കഥയാണ്. എല്ലാവർക്കും ദി അക്ബർ ടോക്സിലേക്ക് സ്വാഗതം. നവംബർ 24 അമേരിക്കയിലെ പോർട്ട്ലാൻഡ് ഇന്റർനാഷണൽ എയർപോർട്ട്. താങ്ക്സ് ഗിവിംഗ് തലേന്നായതുകൊണ്ട് നല്ല തിരക്കുണ്ട്. വൈകുന്നേരം ഏകദേശം 4 മണി. കറുത്ത സ്യൂട്ടും ടൈയും ധരിച്ച കയ്യിലൊരു ബ്രീഫ് കേസുമായി ഒരാൾ നോർത്ത് വെസ്റ്റ് ഓറിയന്റ് എയർലൈൻസിന്റെ കൗണ്ടറിലേക്ക് നടന്നു വന്നു. അയാൾ തന്റെ പേര് പറഞ്ഞു, ഡാൻ കൂപ്പർ. വെറും $20 നൽകി സിയാറ്റിലേക്കുള്ള വൺ വേ ടിക്കറ്റ് അയാൾ വാങ്ങി. ബോയിങ് 727 വിമാനത്തിലെ 18 സീറ്റിലായിരുന്നു അയാളുടെ ഇടം. വിമാനത്തിൽ കയറിയ അയാൾ വളരെ ശാന്തനായിരുന്നു. ഒരു സിഗരറ്റ് കത്തിച്ചു, ഒരു ബോർബൺ ആൻഡ് സോഡ ഓർഡർ ചെയ്തു. ആ കാലത്ത് വിമാനത്തിൽ സിഗരറ്റ് വലിക്കുന്നത് വലിയ കുറ്റമൊന്നുമല്ല. കറുത്ത കണ്ണട വെച്ച് അയാൾ വിമാനത്തിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. വിമാനം പറന്നുയർന്ന് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ കൂപ്പർ അടുത്തുകൂടി പോയ ഒരു ഫോറൻസ് ഷാഫ്നർ എന്ന എയർ ഹോസ്റ്റേഴ്സിനെ വിളിച്ചു. ഒരു ചെറിയ കടലാസ് കഷ്ണം നീട്ടി. അവർ അത് വാങ്ങി തന്റെ പോക്കറ്റിലിട്ടു. അത് കണ്ട കൂപ്പർ പതുക്കെ പറഞ്ഞു, മിസ്, ആ കുറിപ്പൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. എന്റെ കയ്യിൽ ബോംബുണ്ട്. ഷാഫ്നർ ആ കുറിപ്പ് തുറന്നു. അതിൽ ചുവന്ന അക്ഷരങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്റെ ബ്രീഫ് കേസിൽ ബോംബുണ്ട്. നിങ്ങൾ വന്ന് എന്റെ അടുത്തിരിക്കണം. ആ നിമിഷം മുതൽ ലോകം കണ്ട ഏറ്റവും വലിയ ഹൈജാക്കിംഗ് നാടകം ആരംഭിക്കുകയായിരുന്നു. കൂപ്പർ തന്റെ ബ്രീഫ് കേസ് തുറന്നു കാണിച്ചു. അതിൽ ചുവന്ന ഡൈനാമൈറ്റുകളും കുറെ വയറുകളും ബാറ്ററിയും കണ്ടപ്പോൾ ഷാഫ്നറുടെ ശ്വാസം നിലച്ചു. കൂപ്പർ തന്റെ ഡിമാൻഡുകൾ ഓരോന്നായി പറഞ്ഞു. ഒന്നാമത്തേത് $2 ലക്ഷം, അതായത് ഇന്നത്തെ ഏകദേശം 12-15 കോടി രൂപ. രണ്ടാമത്തേത് 4 പാരാചൂട്ടുകൾ, 2 ബാക്ക് പാരച്യൂട്ടും 2 ചെസ്റ്റ് പാരച്യൂട്ടും. മൂന്നാമത്തേത് സിയാറ്റിൽ വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം. പൈലറ്റ് വില്യം സ്കോട്ട് ഉടനെ തന്നെ അധികൃതരെ വിവരം അറിയിച്ചു. FBI രംഗത്തെത്തി. സിയാറ്റിലിന് മുകളിൽ വിമാനം മണിക്കൂറോളം വട്ടമിട്ട് പറന്നു. യാത്രക്കാർ ആരും ഒന്നും അറിഞ്ഞില്ല. സാങ്കേതിക തകരാർ കാരണമാണ് വൈകുന്നതെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ചു. ഇതിനിടയിൽ സിയാറ്റിലെ ബാങ്കുകളിൽ നിന്ന് പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഏജന്റുമാർ. ഓരോ നോട്ടിന്റെയും സീരിയൽ നമ്പറുകൾ അവർ രഹസ്യമായി രേഖപ്പെടുത്തി വെച്ചു. വൈകുന്നേരം 5:39 വിമാനം സിയാറ്റിൽ ലാൻഡ് ചെയ്തു. കൂപ്പർ പറഞ്ഞതുപോലെ പണവും പാരാചൂട്ടുകളും വിമാനത്തിലെത്തിച്ചു. യാത്രക്കാരെ അയാൾ വിട്ടയച്ചു. ഇനി വിമാനത്തിൽ കൂപ്പറും പൈലറ്റും 2 ക്രൂ അംഗങ്ങളും മാത്രം. വിമാനം മെക്സിക്കോ സിറ്റിയിലേക്ക് പറക്കാൻ അയാൾ ഉത്തരവിട്ടു. വിമാനം 10,000 അടിയിൽ കൂടുതൽ ഉയരത്തിൽ പറക്കരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. പുറത്ത് കനത്ത മഴയും കാറ്റും. രാത്രി 8 മണിയോടെ വിമാനം വാഷിംഗ്ടണിലെ കൊടുങ്കാടിന് മുകളിലെത്തി. പെട്ടെന്ന് പൈലറ്റിന്റെ ഡാഷ്ബോർഡിൽ ഒരു സിഗ്നൽ വന്നു. പിൻവാതിൽ തുറന്നിരിക്കുന്നു.
8:13 വിമാനത്തിന്റെ പിൻഭാഗം പെട്ടെന്ന് ഉയർന്നു. കൂപ്പർ ആ ആകാശച്ചുഴയിലേക്ക് എടുത്തു ചാടി. കയ്യിൽ $2 ലക്ഷം ബാഗുമായി 10,000 അടി ഉയരത്തിൽ നിന്ന് ഒരു മനുഷ്യൻ രാത്രിയുടെ ഇരുട്ടിലേക്ക് അപ്രത്യക്ഷനായി. FBI വിമാനങ്ങൾ പിന്നാലെ ഉണ്ടായിരുന്നിട്ടും കൂപ്പർ എങ്ങോട്ട് പോയി എന്ന് ആർക്കും കാണാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് വെളുപ്പിന് അമേരിക്കയിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തിരച്ചിൽ തുടങ്ങി. ആർമിയും എയർഫോഴ്സും കാടുകൾ അരിച്ചു പെറുക്കി. ഏരിയൽ എന്ന സ്ഥലത്തെ ഓരോ ഇഞ്ചും അവർ പരിശോധിച്ചു. എന്നാൽ അവർക്ക് കിട്ടിയത് കൂപ്പർ ഉപേക്ഷിച്ച കറുത്ത ടൈയും അയാൾ കുടിച്ച ബോർബൺ ഗ്ലാസും മാത്രമാണ്. ഒരു പാരച്യൂട്ട് തുണ്ടോ പണമോ അയാളുടെ ശരീരമോ എവിടെയും കണ്ടില്ല. FBI ഏകദേശം 1000-ലധികം ആളുകളെ ചോദ്യം ചെയ്തു. വിമാനത്തിലുണ്ടായിരുന്നവരുടെ മൊഴി പ്രകാരം കൂപ്പർ വളരെ മാന്യനായിരുന്നു. അയാൾ യാത്രക്കാരോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത്. ഹൈജാക്കർമാർ സാധാരണ ക്രൂരന്മാരാണെങ്കിലും കൂപ്പർ ഒരു ജെന്റിൽമാൻ ഹൈജാക്കറായിരുന്നു. 9 വർഷങ്ങൾ കടന്നുപോയി. 1980-ൽ 8 വയസ്സുകാരനായിട്ടുള്ള ബ്രയാൻ ഇൻഗ്രാം കൊളംബിയയിലെ നദിക്കരയിൽ നിന്ന് അഴുകി തുടങ്ങിയ കുറച്ച് നോട്ടുകെട്ടുകൾ കണ്ടെത്തി. പരിശോധിച്ചപ്പോൾ കൂപ്പർക്ക് നൽകിയ പണമാണെന്ന് ഉറപ്പായി. വെറും $5,800 മാത്രം. ബാക്കി $1,94,200 എവിടെ പോയി? കൂപ്പർ ആ നദിയിൽ വീണ് മരിച്ചതാണോ, അതോ പണം അവിടെ ഉപേക്ഷിച്ച് അയാൾ രക്ഷപ്പെട്ടതാണോ? ഈ ചോദ്യം ഇന്നും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു. ഈ കേസിൽ സംശയിക്കപ്പെട്ട ചില പ്രധാന വ്യക്തികളെ നമ്മൾ കാണണം. ഒന്നാമത്തേത് റിച്ചാർഡ് മാക്കേ. 5 മാസത്തിന് ശേഷം ഇതേപോലെ വിമാനം ഹൈജാക്ക് ചെയ്ത് ചാടിയ ആൾ. അയാൾ മരിച്ചത് FBI വെടിവെപ്പിലായിരുന്നു. രണ്ടാമത്തേത് റോബർട്ട് റാക്സ്ട്രോ, ഒരു സ്പെഷ്യൽ ഫോഴ്സ് ഉദ്യോഗസ്ഥൻ. കൂപ്പറുമായി അത്ഭുതകരമായ രൂപസാമ്യം. മൂന്നാമത്തേത് ഡുവാൻ വെബർ, മരണക്കിടക്കയിൽ വെച്ച് ഞാനാണ് കൂപ്പർ എന്ന് വെളിപ്പെടുത്തിയ ആൾ. പക്ഷേ ഇവരാരും കൂപ്പറാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ FBIക്ക് കഴിഞ്ഞില്ല. DNA പരിശോധനകളും വിരലടയാളങ്ങളും പരാജയപ്പെട്ടു. 2016-ൽ FBI ഔദ്യോഗികമായി ഈ കേസ് അവസാനിപ്പിച്ചു. പക്ഷേ ലോകമെമ്പാടുമുള്ള ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസിന് ഇതൊരു ലഹരിയാണ്. DB കൂപ്പർ ആ രാത്രിയിൽ മരിച്ചിട്ടുണ്ടാകാം എന്നാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷേ ഒരു വലിയ വിഭാഗം വിശ്വസിക്കുന്നത് അയാൾ ആ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു പേരിൽ ഇന്നും ജീവിക്കുന്നു എന്നാണ്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഓരോ വർഷവും പുതിയ തെളിവുകൾ പുറത്തു വരുന്നു. DB കൂപ്പർ ആരായാലും അയാൾ ഒരു കാര്യം തെളിയിച്ചു. ഒരു മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ലോകത്തെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ പോലും പതറിപ്പോകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. അടുത്ത നിഗൂഢതയുമായി ദി അക്ബർ ടോക്സിൽ വീണ്ടും കാണാം. നന്ദി.